നാൾ കൂടി നാട്ടിൽ വന്നതാ, എന്നിട്ട് എനിക്കൊരു സോപ്പ് കൊണ്ടുവന്നു, ഒരു പൗഡർ കൊണ്ടുവന്നോ, അതും പോട്ടെ ഒരു ചീപ്പെങ്കിലും കൊണ്ടുവന്നോ. ഒരുപാട് നാൾ കൂടി നാട്ടിലേക്ക് വരുന്ന പ്രവാസികളോട് നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കാറുള്ള കാര്യമാണിത് അല്ലേ? എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവര് നാട്ടിന് വേണ്ടിയിട്ട്, നാട്ടിൽ നിൽക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്? ഒരു കാര്യം അറിയോ? ഈ നിൽക്കുന്ന ഈത്തപ്പനയിലെ കായ്ക്കുന്നത് ദിറംസ് അല്ല, ഇതിൻ്റെ മേൽ കാച്ചു നിൽക്കുന്നത് അത്രയും ഈത്തപ്പഴം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ഇവിടെ മുഴുവൻ കൊലച്ച് കിടക്കുന്നത് ദിറംസ് ആണ്. പക്ഷേ സത്യത്തിൽ ഇവിടെ കായ്ക്കുന്നത് ഈത്തപ്പഴം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാട്ടിൽ കിടന്ന് എൻ്റെ ഭർത്താവ് പ്രവാസിയാണ്, അയ്യോ ഗൾഫിലാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അതുകൊണ്ട് ഞാൻ യോയോ ഗേൾ ആൻഡ് യോയോ ബോയ് ആയി കറങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ചെലവഴിച്ച് ആവശ്യമില്ലാതെ പന്ത കാണിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗൾഫ് നാടിൽ അവർ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കാണുന്നത് ഈ നാടിൻ്റെ സ്കൈ സ്ക്രൈപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, ഫൈൻ. പക്ഷേ ഇവിടെ ഈ കെട്ടിടങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒക്കെ മണ്ടയ്ക്ക് തൂങ്ങിക്കിടന്നാടി ജീവൻ പോലും പണയം വെച്ച് നാട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവിനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, അവൻ പെടുന്ന ആ ഒരു പാടിന് ഒരു പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ കുറച്ച് റിയലിസ്റ്റിക് ആയി ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് ഈ പ്രവാസി വരുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനൊരു ഡയലോഗ് അടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് എന്തിനാ അവസാനം ഈ പഠിച്ചു പോണത്? ഒന്നും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് കിടന്ന് പഠിക്കുന്നവർക്ക്. പഠിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് തോന്നും നമ്മുടെ നാട് തീരെ ശരിയല്ല, എവിടേക്കെങ്കിലും കറങ്ങി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. ഓക്കെ, പുറത്ത് പോകുന്നത് നല്ലതാണ്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊരു ചൊല്ലുകൂടിയുണ്ട് എന്നുള്ളത് ഓർക്കണം. ഏത് നാട്ടിലേക്ക് ചെന്നാലും നമ്മുടെ സ്കിൽസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ വന്നിട്ടും യാതൊരു കാര്യവുമില്ല. മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് പൈസ ഇങ്ങനെ കോരി വാരി എടുത്തുകൊണ്ട് വരാം, അവിടെ എവിടെയോ ഇങ്ങനെ എല്ലാ നോട്ടൊക്കെ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മരത്തുമ്പോൾ കാറ്റ് കിടപ്പുണ്ട്, അങ്ങനെ ഒരു ചിന്ത വേണ്ട. എവിടെ ചെന്നാലും അത് അവനവൻ്റെ നാടായാലും ഇനി മറുനാട്ടിൽ ചെന്നാലും ശരിക്കും കഷ്ടപ്പെടാതെ സ്മാർട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ആലോചിച്ചു, 100-ന് 100 മാർക്ക് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ആവശ്യം. പക്ഷേ ജീവിതത്തിൽ ലൈഫ് സ്കിൽസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആൾക്കാരോട് നമ്മൾ നന്നായിട്ട് പെരുമാറേണ്ടത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഒരു പക്ഷേ സ്കൂളിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ശരിക്കും അങ്ങോട്ട് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യമാണ് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇത് ദുബായിലാട്ടോ, 2020 വരാൻ പോവാണ്, എക്സ്പോ 2020, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന സമയം. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ സമയമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് റൈറ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. ഈ പ്ലാനിങ് ഇല്ലാതെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. പോക്കിരി സിനിമയിൽ ആര് പറഞ്ഞിട്ടുണ്ട്? വടിവേലു പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്നെ പണ്ണുമ്പോഴും പ്രോപ്പറാ പ്ലാൻ പണ്ണുങ്ക, അല്ലെങ്കിൽ എന്ത് പറ്റും? സിനിമയിലെ ആ സീൻ നോക്കിയൊക്കെ ലബക് ചൊബക് ഡബക്, അതെ അടി കൊള്ളും, തലവഴിയും കൈവഴിയും കാലുവഴിയൊക്കെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഓക്കെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് കാര്യമായി ആലോചിച്ച് ചെയ്യുക. ഓർമ്മിക്കുക, പ്രയാസങ്ങളാണ് പലപ്പോഴും ഒരു മനുഷ്യനെ പ്രവാസിയാക്കിയിരിക്കുന്നത്. അവൻ്റെ മേൽ വീണ്ടും വീണ്ടും ബർഡനിടരുത്. ആലോചിക്കുക, നാട്ടിലിരുന്ന് യോയോ തരം കാണിക്കുമ്പോൾ അച്ഛനും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് അയച്ചു തരുന്നത്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. ആൻഡ് അതെല്ലാം ആലോചിച്ച് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, വി ആർ ബോൺ ടു വിൻ.